നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയേ 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 ഈശോ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവും നിക്കോദേമോസും. ഫരീസയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണിയുണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്തു വന്ന് പറഞ്ഞു, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ മാസം 27-ാം തീയതി ഈ ഞായറാഴ്ച രാത്രിയിൽ, ഈ പൊതുഞായറാഴ്ച രാത്രിയിൽ ദിവ്യകാരുണ്യനാഥന്റെ, ഈശോയുടെ കരുണയുടെ നാഥന്റെ തിരുനാൾ ആഘോഷിച്ച ഈ ഞായറാഴ്ച രാത്രിയിൽ നമ്മൾ കാരുണ്യനാഥന്റെ ചുറ്റുമിരിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ കുടുംബനാഥന്റെ സ്വരം കേൾക്കാൻ വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുമ്പോൾ ഈശോ നമ്മോട് വീണ്ടും ജനിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഡിവൈൻ മേഴ്സി സൺഡേ, ദിവ്യകാരുണ്യ ഞായറാഴ്ചയെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കരുണയുടെ നാഥന്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിച്ചു. ഈ ഡിവൈൻ മേഴ്സി സൺഡേ ആഘോഷിക്കുമ്പോൾ എന്താണ് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? 3 കാര്യങ്ങളാണ് ഈ ദിവസവുമായി ഈശോ നമ്മോട് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ലോകത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നമ്മൾ യാചിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഒത്തിരിയേറെ വചനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കരുണയുടെ സിംഹാസനത്തെ, കൃപയുടെ സിംഹാസനത്തെ സമീപിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ. ഈശോയോട് ചോദിക്കണം, നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ചോദിക്കേണ്ടത്? ലോർഡ് ഹാവ് മേഴ്സി ഓൺ us, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമ്മൾ ചോദിക്കണം. ഹല്ലേലൂയ. ആവിലായിലെ അത്ഭുത പ്രാർത്ഥനയിലെ ആദ്യത്തെ ഭാഗം അങ്ങനെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ പ്രാർത്ഥന അവസാനിക്കുന്നത് ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ അപ്പന്റെ മേൽ, എൻ്റെ അമ്മയുടെ മേൽ, എൻ്റെ ഭാര്യയുടെ മേൽ, എൻ്റെ ഭർത്താവിൻ്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ, എൻ്റെ സഹോദരങ്ങളുടെ മേൽ, എൻ്റെ അയൽക്കാരുടെ മേൽ കരുണയായിരിക്കണമേ നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ കരുണയുടെ ഞായറാഴ്ച ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്: നമ്മൾ കരുണയ്ക്ക് വേണ്ടി ചോദിക്കണം. അതുകൊണ്ടാണ് അച്ഛൻ നിങ്ങളോട് പറയാറുള്ളത്, എല്ലാ ദിവസവും 33 പ്രാവശ്യം ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായി ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ കരുണയിൽ വിശ്വസിക്കണം എന്നുള്ളത്. നമ്മൾ ആശ്രയിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആ കരുണയിൽ വിശ്വസിക്കുന്നവരായി കൂടെ. അതായത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് ട്രസ്റ്റാണ്. നമ്മൾ പകുതി വിശ്വസിച്ചാൽ പോരാ, 3/4 ഭാഗം വിശ്വസിച്ചാൽ പോരാ. കർത്താവ് എൻ്റെ ജീവിതത്തെ രക്ഷിക്കുമെന്ന്, എൻ്റെ മേൽ അവിടുന്ന് കരുണ വർഷിക്കുമെന്ന്, ഞാൻ എത്ര കൊടിയ പാപിയാണെങ്കിലും കർത്താവ് എന്നെ തള്ളിക്കളയുകയില്ല എന്ന് പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ കുറവുകൾ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസത്തിന് കുറവുള്ളവരാണ് നമ്മൾ. കുറവില്ലാത്ത വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മൂന്നാമതായി ഈശോ ഈ കരുണയുടെ തിരുനാളിന്റെ ഈ രാത്രിയിൽ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്നാണ്. അതായത് ഈശോയുടെ കരുണയിൽ വിശ്വസിക്കുന്ന നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് കരുണയായി മാറണം. ഈശോയുടെ കരുണ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അനുഭവിക്കേണ്ടത് നമ്മുടെ നോട്ടത്തിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവർത്തികളിലൂടെയുമാണ്. നമ്മുടെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ ചുറ്റുപാടും ഒഴുകേണ്ടത് ഈശോയുടെ കരുണയാണ്. നമുക്ക് വിചിന്തനം ചെയ്യാനുള്ള, ആത്മപരിശോധന ചെയ്യാനുള്ളൊരു ചോദ്യമാണ്, എൻ്റെ ചുറ്റുപാടും എന്നിൽ നിന്ന് ഈശോയുടെ കരുണ നിർഗളിക്കുന്നുണ്ടോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ കരുണയുടെ തിരുനാൾ ആഘോഷിച്ച ഈ ദിവസത്തിന്റെ രാത്രിയാമത്തിൽ, ഈ രാത്രി 9 മണിക്ക് കരുണയുടെ തിരുനാളിന്റെ അവസാന മണിക്കൂറിൽ നമ്മളിതാ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കുകയാണ്. നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിന്റെ കൃപകൾ വർഷിക്കപ്പെടുന്നത് കർത്താവിന്റെ അനന്തമായ കാരുണ്യത്താലാണ്. ആ കാരുണ്യത്തിന് വേണ്ടി ചോദിക്കുകയും ആ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ആ കാരുണ്യത്തിന്റെ അടയാളമായി ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ചോദിക്കുന്നതിൽ വന്നുപോയ കുറവുകൾ, ആശ്രയിക്കുന്നതിൽ വന്നുപോയ കുറവുകൾ ഈശോയുടെ കരുണയുടെ രൂപമായി ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നതിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ വന്നുപോയ കുറവുകളെല്ലാം ഓർത്ത് അനുതപിച്ച്
ഇരുകരങ്ങളും ശിരസിന് മുകളിൽ കൈമുട്ടുകൾ മടങ്ങാത്ത വിധത്തിൽ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് ഇന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ കരുണയുടെ തിരുനാളിലൂടെ സ്വർഗം നമ്മളിൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് കൈറമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാരീരികവും ആത്മീകവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് നമ്മൾ എത്രമാത്രം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നന്ദി പറയുന്നുവോ അത്രമാത്രം അഭിഷേകം വീണ്ടും വീണ്ടും കൂടുതലായി നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന ബോധ്യത്തോടെ കരമടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ 7 നിയോഗങ്ങൾ ഇപ്പോൾ നമുക്ക് ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരുണയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന 7 കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ്. ഈ വർഷം ജൂൺ 8-ാം തീയതിയാണ് പെന്തക്കോസ്ത തിരുനാൾ. ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം കൂടുതൽ തീക്ഷ്ണതയോടെ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാനുള്ള ദിവസങ്ങളാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച രാത്രിയിൽ നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പട്ടിണി കിടക്കുന്നവരെയും അനാഥരെയും വിധവകളെയും ഈ രാത്രിയിൽ താമസിക്കാൻ ഒരിടമില്ലാത്തവരെയും യാത്ര ചെയ്യുന്നവരെയും നിരാശയിലും ദുഃഖത്തിലും ഏകാന്തതയിലും കഴിയുന്നവരെയും തകർന്നടിഞ്ഞ കുടുംബ ബന്ധങ്ങളുടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെയും യുദ്ധക്കെടുതികളിൽ ഭീകരാക്രമണങ്ങളിൽ ജീവിതം നഷ്ടപ്പെട്ട് സർവ്വതം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ഒക്കെ വേദനിക്കുന്നവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം.
ഈശോയെ സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ച. കരുണാമയനായ കരുണാസാഗരമായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് തന്റെ കരുണാവർഷം ഞങ്ങളുടെ മേൽ നിരന്തരം വർഷിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ പ്രഭാതത്തിൽ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. നാളെ അച്ഛൻ ആവിലായിൽ, നാളെ തിങ്കളാഴ്ച കാലത്ത് 6:30 ദിവ്യബലിക്ക് ശേഷം കാണാൻ വരുന്നവരെ കാണുന്ന ദിവസമാണ്. കാണാനായിട്ട് വരുന്നവരെ 10 മണിക്കൂർ നേരമെങ്കിലും പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങി വരിക. അച്ഛന് വേണ്ടി ഒരു ജപമാലയും കരുണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.